നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം കേരളത്തിന്റെ കെട്ടുകഥയാണ് എന്ന തമിഴ്നാടിന്റെ വാദം പൊളിയുകയാണ്. അണക്കെട്ടിന് 30 വയസ്സ് തികയും മുൻപേ ചോർച്ചയും ഓട്ടയടക്കലും തുടങ്ങിയിരുന്നുവെന്ന തമിഴ്നാടിന് വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ 1997 തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുകയാണ്. 1928 അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയത്. തുടർന്നുള്ള ഓട്ടയടക്കൽ ശ്രമങ്ങളെ ചൊല്ലി വിദേശികളായ എഞ്ചിനീയർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. 1896 മുതൽ സീപേജ് വെള്ളത്തിനൊപ്പം നിർമ്മാണ സാമഗ്രിയായ സുർക്കി മിശ്രിതം ഒലിച്ചുപോകുന്നുവെന്ന് കണ്ടെത്തി. 1928 ഒക്ടോബർ 17 മുതൽ 26 വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധിച്ച ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ LH ഗ്രഗ് റിപ്പോർട്ട് തയ്യാറാക്കി. സുർക്കി നഷ്ടപ്പെട്ടതിനാൽ അണക്കെട്ടിലെ ജലമുഖത്തെ പ്ലാസ്റ്ററിംഗ് നിരവധി വിടവുകൾ ഉണ്ടായി. ഇതിലൂടെ ഡാം ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കയറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളവും ഭിത്തിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് 3/4 ഇഞ്ച് ഘനത്തിൽ സിമന്റ് പ്ലാസ്റ്ററിംഗും പുറംതോട് തുറന്ന ഭിത്തിക്കുള്ളിൽ ഉയർന്ന സമ്മർദ്ദത്തിൽ സിമന്റ് ഗ്രൗണ്ടിങ്ങും നടത്തണമെന്നും ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ അണക്കെട്ട് തുറന്ന് ഗ്രൗണ്ടിംഗ് നടത്തുന്നത് വിഡിതമാണ് എന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് എഞ്ചിനീയർ ഡോവ്ലെ രംഗത്ത് വന്നു. ഇത് അവഗണിച്ച് അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് 136 അടിക്ക് മുകളിൽ പാരപ്പറ്റിൽ നിന്ന് 20 അടി താഴ്ചയിൽ തുറന്ന സിമന്റ് ഗ്രൗണ്ടിംഗ് നടത്തി. 1931 മാർച്ച് 5 ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. ദീർഘകാലത്തേക്ക് അണക്കെട്ടിലെ ചോർച്ച തടയാൻ അത് പര്യാപ്തമാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ 1950 ആയപ്പോഴേക്കും വീണ്ടും ചോർച്ചയുടെ അളവ് കൂടി. 1928 12 ഇരട്ടി സിമന്റ് ഉപയോഗിച്ചാണ് അന്ന് ഈ ചോർച്ച അടച്ചത്. എന്നിട്ടും തീരാത്ത ചോർച്ചയാണ് 1980 മുതൽ തുടങ്ങുന്നത്. പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ വാദത്തിന്റെ ബലം കൂടുകയാണ്. തമിഴ്നാടിന്റെ വാദം ഒന്ന് നോക്കാം. അണക്കെട്ട് അപകടാവസ്ഥയിലാണ് എന്നത് കേരളത്തിന്റെ കെട്ടുകഥയാണെന്നാണ് തമിഴ്നാടിന്റെ വാദം. കാലപ്പഴക്കം കൊണ്ട് ദുർബലമായ സുർക്കി അണക്കെട്ടിനെ താങ്ങി നിർത്താൻ 1980-95 കാലത്ത് പുതിയ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചുകൊണ്ട് എല്ലാം ഭദ്രമായെന്നാണ് തമിഴ്നാട് ധരിക്കുന്നത്. എന്നാൽ തമിഴ്നാട് തെറ്റിദ്ധാരണ അകറ്റാൻ ഒരുപക്ഷെ അമിത്ഷാ തന്നെ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അമിത്ഷാ തമിഴ്നാട്ടിൽ പോയി കാര്യങ്ങൾ നേരിട്ട് പറയുവാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം സമ്മർദ്ദം അത്രയും കൂടുകയാണ്. വയനാട്ടിൽ ഇത്രയും വലിയ 380-ൽ പരം ആളുകളുടെ മരണം എടുക്കാമെങ്കിൽ മുല്ലപ്പെരിയാർ എന്താകും അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. സാധാരണക്കാരന്റെ പേടി മാറ്റാനുള്ള കടമ ഇന്ന് സംസ്ഥാന സർക്കാരിനുമുണ്ട്, ഒപ്പം കേന്ദ്ര സർക്കാരിനും.